രവി പുത്തൂരാൻ. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായിരുന്നു ആലീസ്. സേവ്യർ പുത്തൂരാൻ MP-യുടെ അച്ചടക്കമില്ലാത്ത മകൻ രവി പുത്തൂരാൻ ആ സ്കൂളിൽ ചേരുന്നു. രവിയെ നല്ല വിദ്യാർത്ഥിയായി വളർത്തിയെടുക്കുന്നതിൽ ആലീസ് വിജയിക്കുന്നു. അമിതമായി രവിയെ ശ്രദ്ധിക്കുന്നത് ആലീസിന്റെ കാമുകൻ തോമസിന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. തോമസിന്റെ ജീപ്പിടിച്ച് രവി കൊല്ലപ്പെടുന്നു. തോമസ് പോലീസിന് കീഴടങ്ങുന്നു. അങ്ങനെ ആലീസ് ജീവിതത്തിൽ തീർത്തും ഒറ്റപ്പെടുന്നു. എന്താ ഒരു പാവം ആട്ടുംകുട്ടിയുടെ വേഷത്തില്? ശരിക്കും ആ കുട്ടി പാവമാ ഡേസി. ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്ന് വന്നാൽ അവൻ കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന എന്റെ വിശ്വാസം. എന്താ ആ കുരിശെടുക്കാൻ തീരുമാനിച്ചിരിക്കുക? എന്താ എടുത്താല്? ഒരു ചലഞ്ചായിട്ട് എടുക്കാണോ? ചാലഞ്ചൊന്നും അല്ല. അമ്മയില്ലാത്തൊരു കുട്ടിക്ക് അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ കാണാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോ തീരെ പ്രതീക്ഷിക്കാത്ത റിസൾട്ട്സ് ഉണ്ടാക്കിയെന്നിരിക്കും. അതേ ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. മലയാള സിനിമയിലെ ഗന്ധർവ സംവിധായകനായിരുന്ന പത്മരാജൻ കണ്ടെത്തിയ ത്രയങ്ങളായിരുന്നു ജയറാം, അശോകൻ, റഹ്മാൻ. മമ്മൂട്ടി, മോഹൻലാൽ എന്നീ രണ്ട് വടവൃക്ഷങ്ങൾക്കിടയിൽ ദ്രുതഗതിയിൽ വളർന്നു വന്ന് റഹ്മാൻ ഒരു വലിയ താരമായി മാറി. ചോദിച്ച കേട്ടില്ലേ? താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റ കാലിനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്നെ കൊണ്ടുപോകണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് ഇവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ. ആദ്യ സിനിമയായ കൂടെവിടെ എന്ന ചിത്രത്തിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി റഹ്മാൻ. അന്ന് അദ്ദേഹത്തിന് പ്രായം വെറും 16. ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും ഇന്നെൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാർത്തുമ്പോ മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം, മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം. കാലം പേറുന്നോരോ മോഹം, കാലം പേറുന്നോരോ മോഹം. അവയുടെ കയ്യിലെ പരിമളമണിയും നാം തമ്മിൽ തമ്മിൽ. ഹൃദയം ഒരു വീണയാ, അതിൽ നിന്നൊഴിയാ. 1967 മെയ് 27 KM അബ്ദുൾ റഹ്മാന്റെയും സാവിത്രി നായരുടെയും മകനായി UAE-യിലായിരുന്നു ജനനം. മലപ്പുറം, നിലമ്പൂർ സ്വദേശികളാണ് മാതാപിതാക്കൾ. ഗൾഫിലും ബാംഗ്ലൂരിലും മലപ്പുറം മമ്പാട് MES കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി റഹ്മാൻ. സംഗീത സംവിധായകൻ റഹ്മാന്റെ മുൻ ഭാര്യ സഹോദരി മെഹർനീസയാണ് തന്റെ ജീവിത പങ്കാളിയായി കണ്ടെത്തിയത്. 80-90 കാലഘട്ടങ്ങളിൽ റഹ്മാൻ തരംഗമായിരുന്നു കേരളത്തിൽ. നായകനായും ഉപനായകനായും നിറഞ്ഞാടി. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ കൂട്ടുകെട്ടിൽ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങി. മിക്കവയും സൂപ്പർ ഹിറ്റായി ഓടി. അങ്ങനെ മലയാള സിനിമയിൽ താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളായി മാറി റഹ്മാൻ. പത്മരാജന്റെ തന്നെ കരിയിലക്കാറ്റ് പോലെ, ഭരതന്റെ ചിലമ്പ്, ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ, IV ശശിയുടെ കാണാമറയത്ത് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം റഹ്മാൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാണാമറയത്തിലെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു എന്നൊരൊറ്റ ഗാനത്തിലൂടെ കേരളക്കരയാകെ ഇളക്കിമറിച്ചു ഈ 17കാരൻ. 6.8 മില്യൺ വ്യൂവേഴ്സുമായി ഇന്നും പ്രേക്ഷകരുണ്ട് ഈ ഗാനത്തിന് യൂട്യൂബിൽ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. കളഭ നദികൾ ഒഴുകുന്നതോ, കനകനിധികൾ ഉതിരുന്നതോ, പനിമഴയോ
റീമിക്സ് ചെയ്യപ്പെട്ട ഈ ഗാനത്തിനു വേണ്ടി നൃത്തച്ചുവടുകളുമായി തേജാബായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജും പ്രേക്ഷകരുടെ മുൻപിലെത്തി. അച്ഛൻ പാടി ഹിറ്റാക്കിയ ഗാനം മകനിലൂടെ വീണ്ടും ഹിറ്റായി മാറി. വിജയ് യേശുദാസ് ആണ് ഈ ഗാനം വീണ്ടും ആലപിച്ചത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഇന്ത്യ ഒട്ടാകെ മിഥുൻ ചക്രവർത്തിയുടെ ഡിസ്കോ ഡാൻസ് തരംഗമായിരുന്ന കാലം. മലയാള സിനിമയിൽ ഡിസ്കോ ഡാൻസ് ചുവടുവെച്ച് യുവാക്കളെ ഹരം കൊള്ളിച്ചതെന്നാൽ റഹ്മാനായിരുന്നു. സിനിമ വിജയിക്കുന്നതിൽ റഹ്മാന്റെ പാട്ടും ഡാൻസും നിർണായക ഘടകമായി മാറി. ശരവേഗത്തിൽ ലാലിനും മമ്മൂട്ടിക്കുമൊപ്പം താരപദവിയിലെത്തി ഈ നടൻ. റൊമാൻറ്റിക് ഹീറോ, ചോക്ലേറ്റ് നായക വേഷങ്ങളിൽ നിന്ന് ഭരതന്റെ ക്ലാസിക് ഹിറ്റായ ചിലമ്പിൽ തന്റെ കുടുംബം നശിപ്പിച്ച അമ്മാവനോട് പ്രതികാരം ചെയ്യുന്ന വേഷപ്പകർച്ച ഏറെ നിരൂപക പ്രശംസ നേടി. മാർഷൽ ആർട്സിന് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ റഹ്മാൻ ഏറെ മെയ് വഴക്കത്തോടെയാണ് അഭിനയിച്ചത്. നിലാവേ മലരെ എന്ന ചിത്രത്തിലൂടെ 1986 തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു. രഘുമാൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇറങ്ങിയ പുതുപുതു അർത്ഥങ്ങൾ, സംഗമം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ തമിഴിലും തിരക്കുള്ള താരമായി മാറി. തുടർച്ചയായി 300 ദിവസങ്ങൾ ഓടിയ ചിത്രമായിരുന്നു പുതുപുതു അർത്ഥങ്ങൾ. തെലുങ്കിൽ രഘു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തെലുങ്ക് സിനിമകളിലും തിരക്കുള്ള താരമായിരുന്നു റഹ്മാൻ. അമിതാഭ് ബച്ചന്റെ കൂടെ ഗൺപതി എന്ന ഒരു ഹിന്ദി ചിത്രത്തിലൂടെ ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ചു നമ്മുടെ ഈ പ്രിയ താരം. ഒരുപക്ഷെ മലയാള സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങൾ ചെയ്തത് റഹ്മാനായിരിക്കും. ഏതാണ്ട് 50-ൽ പരം സിനിമകൾ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായി ഏതാണ്ട് 200-ൽ പരം ചിത്രങ്ങളിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. റഹ്മാൻ കാണുന്ന ഒരേ ഒരു ന്യൂനത സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നില്ല എന്നതാണ്. എതിരി, റാം എന്നീ 2 ചിത്രങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ടുള്ളത്. അഭിനയ മികവ് കൊണ്ട് ഈ ന്യൂനതകൾ അദ്ദേഹം മറികടന്നു. താരജാട ഒട്ടുമില്ലാത്ത താരം, എല്ലാവരോടും നല്ല സൗഹൃദം, സൗമ്യമായ വ്യക്തിത്വം. മമ്മൂക്ക, അരവിന്ദ് സ്വാമി എന്നിവരെ പോലെ പ്രായമായിട്ടും മുഖത്ത് ചുളിവുകൾ വീഴാത്ത ചെറുപ്പം, ഇന്നും ചുള്ളൻ ലുക്ക്. അദ്ദേഹത്തിൻ്റെ തുടരുന്ന സിനിമാ ജീവിതത്തിന് ഈ 59ാം ജന്മദിനത്തിൽ ഒരു പ്രേക്ഷകൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ റഹ്മാൻ.